ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് 2025-26 എക്കണോമിക് സർവേ റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി. ബഡ്ജറ്റിന് മുമ്പ് വരുന്ന എക്കണോമിക് സർവേ രേഖ അതൊരു പ്രോഗ്രസ് കാർഡാണ്. 2025-26 റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യ സാമ്പത്തികമായി കുതിക്കുക എന്ന് തന്നെയാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ പല കാര്യങ്ങൾ കേട്ടു. ബ്രിട്ടൻ സാമ്പത്തികമായിട്ട് തളരുന്നു, ചൈന കിതയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ 7% വളർച്ചാ നിരക്കോടുകൂടി ഇന്ത്യ സാമ്പത്തികമായി കുതിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഈ റിപ്പോർട്ടിലൂടെ പുറത്തുവിടുന്നത്. എന്താണ് ഇന്ത്യയുടെ കരുത്ത് എന്ന് ചോദിച്ചാൽ, 650 ബില്യൺ US ഡോളറിൻ്റെ വിദേശ നാണ്യശേഖരം ഫോറക്സ് ഇന്ത്യക്ക് ഉണ്ടെന്നുള്ളതാണ് ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ള കരുത്ത്. ഇതൊന്നും യാദർച്ഛികമായിട്ട് സംഭവിച്ച കാര്യങ്ങളല്ല. ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള വലിയൊരു സങ്കല്പത്തിലേക്ക് ഇന്ത്യ വരികയുണ്ടായി. ഇതൊക്കെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യയിലെ നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താണ് ആ റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് പ്രത്യേക ശ്രദ്ധേയം. ഇന്ത്യയുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള തെലങ്കാന എല്ലാ സംസ്ഥാനങ്ങളും അവരുടേതായിട്ടുള്ള നിലയിൽ നിന്നും മെച്ചപ്പെടുമ്പോൾ കേരളം സാമ്പത്തികമായിട്ട് തളരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ പദ്ധതികളും നമ്മുടെ പ്ലാനിങ്ങുകളും ഒക്കെ നടപ്പിലാക്കാൻ. കടം വാങ്ങിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക ആസൂത്രണവും ശാശ്വതമല്ല. ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ഫാക്ടറികൾ സ്ഥാപിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഉള്ള ഫാക്ടറികൾ തന്നെ മലയാളികളുടേതുൾപ്പെടെ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെയധികം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ. കേന്ദ്രത്തിൻ്റെ ഒരു പോളിസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് നിക്ഷേപത്തിലൂടെ വളർച്ച എന്നുള്ളതാണ്. കേരളത്തിൽ നിക്ഷേപം 0. കാരണം എന്താണ്? ശമ്പളം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാനായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ പോലും പലപ്പോഴും ഇല്ലാതെ ട്രഷറികൾ പൂട്ടിക്കിടക്കുന്നൊരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് പുതിയ നിക്ഷേപങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാൻ കഴിയുക? ഈ സാമ്പത്തിക സർവേ വിരൽ ചൂണ്ടുന്നത് 3 കാര്യങ്ങളിലേക്ക് ആണ് ഭാവിയുടെ. ഒന്ന് AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 2 ഗ്രീൻ എനർജി. മൂന്നാമതായിട്ടുള്ളത് സെമി കണ്ടക്ടർ മേഖല. എക്കണോമിക് സർവേ ഒരു സംസ്ഥാനത്തെയോ രാജ്യത്തെയോ സംബന്ധിച്ചിട്ടുള്ള ഒരു കണ്ണാടിയാണ്. അത് ഇന്ത്യയെ കാണിക്കുന്നത് ഒരു വളരുന്ന സാമ്പത്തിക ശക്തിയായിട്ടാണ്. അതേസമയം കേരളത്തെ കാണിക്കുന്നത് ദുർബലമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട്. അപ്പോൾ കേരളം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇതുവരെ മുദ്രാവാക്യങ്ങൾ വിളിച്ച സിദ്ധാന്തങ്ങളൊന്നുമല്ല വേണ്ടത്. അനുകരണീയമായിട്ടുള്ള മോഡൽ 2014 മുതൽ ഇന്ത്യയിൽ വിജയിച്ച് കാണിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ വികസന മോഡൽ, അതിനെ പിന്തുടരുകയാവും കേരളത്തിൻ്റെ ഭാവിക്ക് നല്ലത് എന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം.